ഹായ്, ഇന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ പല പല കാര്യത്തിനും ഒരുപാട് സങ്കടം വന്നിട്ടിരിക്കും. എന്തൊക്കെ കാര്യം കാണിച്ചാലും ആ കാര്യം ശരിയാകുന്നില്ല, നമ്മുടെ സങ്കടങ്ങൾ മാറുന്നില്ല. ചിലപ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോൾ എന്ത് കാര്യത്തിനാണ് വിഷമം വരുന്നതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങോട്ട് ഉള്ളിൽ ഇങ്ങനെ തിങ്ങി വിങ്ങുന്ന ഒരു വേദന നമുക്ക് വരത്തില്ലേ? അപ്പോൾ ഒന്ന് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനേ, ചിലപ്പോൾ അത് പറഞ്ഞു വന്നു കഴിയുമ്പോൾ എന്താ പറഞ്ഞതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല. ചിലപ്പോൾ ചുമ്മാ ഇരുന്നൊന്ന് കരയണമെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ഈ സങ്കടങ്ങളെല്ലാം ഒന്ന് മാറണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അമ്മച്ചി ആശുപത്രി കിടക്കുമല്ലേ, അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടം വരും. സങ്കടം വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ അമ്മച്ചീനെ ഓർത്ത്, അതായത് അമ്മച്ചി ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളും അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് നടന്നിട്ടുള്ള കാര്യമൊക്കെ ഓർത്തിട്ട് ആ കൈ ശോഷിച്ച് വരുന്ന കയ്യിലൊക്കെ പിടിച്ചിട്ട് എനിക്ക് അറിയാതെ കണ്ണുനീരിങ്ങനെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സങ്കടം വരില്ലേ. അപ്പോൾ ആ സങ്കടം നമ്മളിൽ നിന്നും വിട്ടുപോകുമോ? ഈ സങ്കടത്തിനൊരു പരിഹാരം ഉണ്ടാകുമോ നമുക്കിന്നറിയാവേ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേണ്ടേ, ഞാൻ നിങ്ങളെ ഈ 4 വിരലിങ്ങനെ കാണിച്ചു. ഇപ്പം ഞാൻ ഈ പറയുമ്പം തന്നെ നിങ്ങൾ ഓർക്കണം, അല്ലാണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്നും ഓർക്കാൻ നിൽക്കരുത്. ദേ ഈ 4 വിരൽ, ഒരു വിരൽ നിങ്ങൾ ഓർത്തേ. ഇപ്പം എല്ലാവരും ഓർത്തല്ലോ ഏത് വിരലാന്ന്. അപ്പം ഞാൻ പറയട്ടെ, ഈ മോതിര വിരൽ ഓർത്തവർ എത്ര പേരുണ്ട്? ഈ മോതിര വിരൽ ഓർത്തവരുടെ സങ്കടം എന്തായാലും അതിനൊരു പരിഹാരം ഉടനെ തന്നെ ഉണ്ടാകും. ആ പരിഹാരം പരിഹരിച്ചിരിക്കും, ഉറപ്പ്. കാരണം നമ്മുടെ എല്ലാ സന്തോഷവും ഈ വിരലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വിവാഹ ദിവസം കല്യാണ മോതിരം നമ്മുടെ ഈ വിരലിലല്ലേ ഇടുന്നത്? സ്നേഹത്തോടെ കൈപിടിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ പേരെഴുതിയ ആ മോതിരം നമ്മുടെ ഈ വിരലിലാണ് ഇട്ട് തരുന്നത്. അത് നമുക്ക് എന്തോരം സ്നേഹത്തോടെയാണ് ഇട്ട് തരുന്നത് അല്ലേ? അതുപോലെ തന്നെ ഈ താലിമാല ഇടുമ്പോഴും ഏറ്റവും അധികം ഈ വിരൽ കൂട്ടി വേണം. എല്ലാവരും പറയും ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് മോതിരം ഇട്ടതിന് ശേഷമാണ് താലിമാല ഇടുന്നത്. അപ്പം ഈ വിരലും കൂടി ഇങ്ങനെ അനുബന്ധിച്ച് പിടിച്ചാണ് നമുക്കിടുന്നത്. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം ഈ മോതിര വിരൽ ഓർത്തവരുടെ ആ സങ്കടത്തിനൊരു പരിഹാരം ഒട്ടനടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കിങ്ങനെ അറിയാമായിരുന്നു, ഇങ്ങനെ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മോതിര വിരലാണ് ഓർത്തിട്ടുള്ളവരും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ.